പാക് അധിനിവേശ കാശ്മീരിൽ അഥവാ POKയിൽ പാകിസ്ഥാന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ജനങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് വേട്ടയാടുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തനിനിറം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നു. POKയിൽ നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ ചോരയിൽ മുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. പാക് സൈന്യത്തിന്റെ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലിൽ ഇതുവരെ 40-ലധികം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇതിനിടയിലാണ് പാക് പ്രതിരോധ മന്ത്രി സ്വന്തം ജനങ്ങളെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ചത്. ഇതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ ആയുധം നൽകി വളർത്തിയ മുജാഹിദീനുകൾ ഇപ്പോൾ പാക് സർക്കാരിന് നേരെ തന്നെ തോക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പാക് പ്രധാനമന്ത്രിയുടെ സഹായിയുടെ വെളിപ്പെടുത്തലും ഇന്ത്യ ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടി അവരെ നാണം കെടുത്തി. വിലക്കയറ്റത്തിനും വിവേചനത്തിനുമെതിരെയാണ് POKയിലെ ജനങ്ങൾ മാസങ്ങളായി പോരാടുന്നത്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ പാക് ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ പൂർണ്ണമായ എതിർപ്പാണ് കാണിക്കുന്നത്. സ്വന്തം ജനതയോട് കൊടും ക്രൂരത കാണിക്കുന്ന പാകിസ്ഥാൻ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എത്രത്തോളം പരിഹാസ്യമാണെന്ന് ഇന്ത്യയുടെ ഈ ഇടപെടൽ വ്യക്തമാക്കുന്നു. POKയിലെ ജനങ്ങൾ നേരിടുന്ന ഈ കൊടും ക്രൂരതകളിൽ സ്വതന്ത്ര അന്വേഷണം നടത്താൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭീകരവാദത്തെ ഒരു നയമാക്കിയ വിദേശ നയമാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയാണ്. എല്ലാം കൈവിട്ടു പോകുന്ന പാകിസ്ഥാന്റെ കൂടുതൽ തകർച്ചകളാകും വരും നാളുകളിൽ നമ്മൾ കാണുക. ന്യൂസ് ഡെസ്ക്